ഇന്നൊരു ശനിയാഴ്ചയാണ്, അവധി ദിവസമായി. ഇന്ന് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഈ ഭയങ്കര ഹാപ്പിനെസ്സിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങൾ നീണ്ട 10 വർഷത്തിന് ശേഷം ദുബായിൽ ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോവുകയാണ്. ഇതിനു മുമ്പ് ഏതെങ്കുട്ടൻ ഉണ്ടാകുന്നതിന് മുമ്പാണ് ഞങ്ങൾ ദുബായിൽ ഒരു ഹോട്ടലിൽ താമസിച്ചത്. ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ടിന് കീഴിലുള്ള ലപ്പീത്ത ഹോട്ടലിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടിപ്പട്ടാളം എക്സ്ട്രാ ഹാപ്പിയിലാണ്. എന്താന്ന് വെച്ചാൽ, ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ടിന്റെ കീഴിൽ വരുന്ന പാർക്കുകളായ ലെഗോലാൻഡ്, മോഷൻ ഗേറ്റ്, ലെഗോലാൻഡ് വാട്ടർ പാർക്ക്, റിയൽ മാഡ്രിഡ് വേൾഡ്, റിവർലാൻഡ്, ഇതിൽ ഏതെങ്കിലും ഒരു പാർക്കിലേക്കുള്ള ഫ്രീ എൻട്രിയാണ് നമുക്ക് ഈ ബുക്കിങ്ങിലൂടെ കിട്ടുന്നത് കേട്ടോ. സാരഥി എന്റെ പ്രൊപ്പറേറ്റർ ഓഫ് ഏതൻ കുട്ടൻ. ഓ അത് ശരി, ഞാൻ പിക്ക് ചെയ്ത ജ്യൂസാണെന്ന് ഓർക്കണേ. ചൂട് രാത്രിയില് ലപ്പീത്തയിലേക്കുള്ള ബോർഡ് കാണുന്നുണ്ട്. മുമ്പിൽ കാണുന്ന ഈ ഓട്ടോ എടുത്താൽ ആ റോഡ് നേരെ പോകുന്ന ലപ്പീത്തയിലേക്കാണ്. ഏകദേശം ഉച്ചയായി. അങ്ങനെ നമ്മൾ ലപ്പീത്തയുടെ എൻട്രൻസിലെത്തി. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ ആട്ടോ ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഇനി നമുക്ക് നേരെ ചെക്ക് ഇൻ ചെയ്യാൻ പോകാം. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി ചെക്ക് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കയറിയതാണ് അകത്തേക്ക്. നമ്മൾ റൂമിലേക്ക് പോകുന്നില്ല, താഴെ കയറിയിട്ട് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് പോവാണ്. ലെഗോലാൻഡ് വാട്ടർ തീം പാർക്കാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അങ്ങോട്ട് പോകാനാണ് നമ്മൾ നോക്കുന്നത്. ഈ ഹോട്ടലിൽ വരുന്നവർക്ക് പാർക്ക് ആക്സസിന് വേണ്ടി 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് പിറ്റേ ദിവസം ചെക്കൗട്ട് ചെയ്ത് പിന്നീട് വൈകുന്നേരം വരെ ഏതെങ്കിലും ഒരു പാർക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ രാവിലെ 10 മണിക്ക് വന്നിട്ട് ഹോട്ടൽ റിസപ്ഷനിൽ നിന്നും പാർക്ക് ടിക്കറ്റും വാങ്ങി ആദ്യം പാർക്ക് യൂസ് ചെയ്ത് പിന്നീട് റൂമിലേക്ക് പോകും. നമ്മുടെ ബാഗൊക്കെ റൂം റെഡി ആകുമ്പോൾ അവർ തന്നെ റൂമിൽ കൊണ്ട് വെച്ചോളും. നമ്മൾ 2ാമത്തെ ഓപ്ഷനാണ് എടുത്തത് കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇനി പാർക്കിലേക്ക് പോകാൻ റെഡി ആയതാണ്ട്. ഇവക്കുട്ടിക്ക് ഇസക്കുട്ടിക്കൊക്കെ കഴുത്തിലിടാൻ ഇവരിവിടുന്ന് ഒരു വെൽക്കം വരുന്നെന്നുള്ള രീതിയിൽ തരുന്നതാണ്. കഴുത്തിലിടാൻ വേണ്ടിയിട്ട് പൂക്കൾ കൊണ്ടുള്ള മാല. ഏതെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ പേപ്പറും കൊണ്ട് കുറച്ച് ഗെയിമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുന്ന് കളിക്കുക. പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബഗ്ഗി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഓൾറെഡി വന്നതാ. അവര് വിളിക്കും നമ്മളെ, അന്നേരം പോകാൻ വേണ്ടിയിട്ടാ. നമ്മുടെ ബഗ്ഗി വന്നിട്ടുണ്ടെന്ന് റിസപ്ഷനിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് കയറാൻ പോവാണ്. ഹോട്ടലിൽ നിന്ന് പാർക്കിലേക്ക് പോകാൻ കുറച്ച് ദൂരമേ ഉള്ളൂ. എന്നാലും ഹോട്ടലിൻ്റെ ബഗ്ഗിയിലാണ് നമ്മളെ അവർ കൊണ്ടുവിടുന്നതും കൂട്ടിക്കൊണ്ട് വരുന്നതും എല്ലാം. പിള്ളേർ 3 പേരും പുറകിലത്തെ സീറ്റ് പിടിച്ച് കാഴ്ച കാണാൻ ഇരിക്കുവാണ്. റിവർലാൻഡിന്റെ ഒരു ഭാഗത്തുകൂടിയാണ് നമ്മൾ ലെഗോലാൻഡ് പാർക്കിലേക്ക് പോകുന്നത്. ദുബായിൽ നിന്ന് ഏതോ യൂറോപ്യൻ രാജ്യത്ത് എത്തിച്ചേർന്ന ഫീലായി ഇപ്പോൾ തോന്നുന്നത്. കാരണം റിവർലാൻഡിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളുടെ ചെറിയ ചെറിയ മോഡലുകൾ പോലെ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചേക്കുന്നത്. മൊത്തത്തിലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇവിടെ. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല ക്ലീൻ ആണ് ഈ ഏരിയ മൊത്തം. ഇപ്പോൾ ഉച്ചയായതുകൊണ്ട് ചെറിയ ചൂടുണ്ട്. 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാർക്ക് ആക്സസ് ഫ്രീ ആണ്. അതുകൊണ്ട് നമ്മൾ ഇസക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ടിക്കറ്റ് എക്സ്ട്രാ വാങ്ങി. ലെഗോലാൻഡ് വാട്ടർ പാർക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കുവാണെങ്കിൽ 295 ദിർഹംസും ഗേറ്റിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുവാണെങ്കിൽ 330 ദിർഹംസും ആണ്. അങ്ങനെ നമ്മൾ ലെഗോലാൻഡിന്റെ എൻട്രൻസിലെത്തി. ബഗ്ഗിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ ഉള്ളിലേക്ക് കയറാൻ പോവാണേ. അങ്ങനെ നമ്മൾ ലെഗോലാൻഡിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഏതെങ്കിലും മാത്രം മുൻപ് വന്നിട്ടുള്ളൂ, സ്കൂളിൽ നിന്ന് വന്നതാണ്. കാറ്റ് നിറച്ച് ട്യൂബുകൾ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് സ്വന്തമായിട്ട് തന്നെ ട്യൂബുകളും എടുത്ത് സൈഡിൽ നിന്ന് ലൈഫ് ജാക്കറ്റും ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാവുന്നതാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ലൈഫ് ഗാർഡുകൾ നിൽക്കുന്നുണ്ട്. അതുപോലെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് വെള്ളത്തിൽ ഇറക്കാനായിട്ട് പേടിക്കേണ്ട. കാരണം ഇടയ്ക്കിടയ്ക്ക് ലൈഫ് ഗാർഡുകളുണ്ട്. നമ്മൾ ഫുൾ ടൈം അവരുടെ നിയന്ത്രണത്തിലാണ്, അല്ല മോണിറ്റർ ചെയ്തുകൊണ്ട് അവരിയ്ക്കുന്നത് നമ്മളെ. ഏതെങ്കിലും നിസ്സക്കുട്ടിക്ക് തന്നെ പോകാൻ പറ്റാത്തതുകൊണ്ട് അവൾ ഒരു ചെറിയ പിള്ളേർക്ക് പോകാൻ പറ്റുന്ന കൂട്ട് ഒരു ട്യൂബ് എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് കയറ്റി ഇരുത്തി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ആ കൂടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവക്കുട്ടീനെ വേറെ ഒരെണ്ണത്തിനകത്ത് കയറ്റി അങ്ങനെ സേഫൊക്കെ ആക്കി ഇരുത്തി ചേട്ടായി ബിഗ് ബ്രദർ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ 2-3 മണിക്കൂർ ലേസ് റിവറിൽ അങ്ങ് കളിച്ചു. അതിനുശേഷം ഇത് മടുത്തിട്ട് എല്ലാവരും കയറി വന്നിട്ടുണ്ട്. അടുത്ത വേറെ റൈഡിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അതാ ജാക്കറ്റൊക്കെ ഊരുന്നത്. ഇത് ലെഗോലാൻഡിലെ മറ്റൊരു അടിപൊളി റൈഡാണ് കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം വലിപ്പമുള്ള ട്യൂബിലാണ് നമ്മൾ വരുന്നത്. ഫാമിലി ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നൈലോൺ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഡ്രസ്സ്. അങ്ങനെ ഉച്ചയ്ക്ക് വന്ന് നമ്മൾ വൈകുന്നേരം 6:30 ആയിട്ടുണ്ട്.
നമ്മളിനി പുറത്തേക്ക് പോകാൻ നോക്കുവാണ്. ഇപ്പം എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങി. ഈ വെള്ളത്തിൽ കളിക്കുമ്പോൾ സമയം പോകുന്ന അറിയൂല കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വീണ്ടും വണ്ടിയിൽ കയറി. അങ്ങനെ നമ്മൾ ലെഗോലാൻഡിൽ നിന്ന് ഇറങ്ങി ഇനി ഹോട്ടലിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഹോട്ടലിന്റെ ബഗ്ഗിൽ തന്നെയാണ് നമ്മൾ തിരിച്ചവർ കൊണ്ടുവിടുന്നത്. നമ്മുടെ റൂമിന്റെ വാതിക്കൽ അവർ കൊണ്ടുപോയി ഇറക്കും കേട്ടോ. ഓരോ അപ്പാർട്ട്മെന്റും കുറച്ച് ഡിസ്റ്റൻസിലാണുള്ളത് കേട്ടോ. നമുക്ക് 7ാമത്തെ അപ്പാർട്ട്മെന്റ് ആണ് കിട്ടിയത്. അതുപോലെ തന്നെ എല്ലാ അപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള പേരുകളും ഉണ്ട്. നമുക്ക് കിട്ടിയതാ ലിവ, നമ്മുടെ യുവക്കുട്ടിയുടെ പേരുമായിട്ട് റൈമിംഗ് വേർഡ് ആണ് കിട്ടിയേക്കുന്നത്. നമ്മുടെ ഇതിന് മുമ്പിൽ ഒരു വണ്ടി കിടപ്പുണ്ട്, നമുക്കിതെടുത്ത് ഓടിച്ചു പോകാവോ? അപ്പൊ നമ്മള് 7ാമത്തെ യൂണിറ്റില് നമ്മളുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലാണ്. 7210 ആണ് റൂം നമ്പർ. നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ഫാമിലി സ്വീറ്റ് റൂമാണ്. കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമുക്കൊരു വാഷ്റൂം ഉണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു കോഫി കൗണ്ടർ ഉണ്ട്. പിന്നെ മുമ്പോട്ട് പോയി നോക്കിയാൽ ഒരു വലിയൊരു സോഫയുണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ടപ്പുറത്തായിട്ടൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു TV ഉണ്ട്. അങ്ങനെ ആകെക്കൂടെ മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയൊരു അത്യാവശ്യം നല്ലൊരു അടിപൊളി റൂമാണ് കേട്ടോ. നോക്ക്, ഇതാണ് ഞങ്ങളുടെ ഒന്നും വെക്കാനായിട്ടില്ല. ഇത് പക്ഷെ ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ തുറന്നു വെക്കാതെ ഞങ്ങളുടെ സ്വർഗം. ഞങ്ങൾ ഇതുവരെ ആകെ റെയർലി ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിക്കാറുള്ളൂ. കാരണം ശരിച്ച അമ്മയും പറയാറുണ്ട് കാർബൺ ഭയങ്കര ചീത്തയാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കാറേ ഇല്ല. അതുകൊണ്ട് ഇപ്പൊ അതിനകത്ത് കണ്ടപ്പോ സന്തോഷമായി ആൾക്കാർക്ക്. സന്തോഷം, വളരെ സന്തോഷം. സാമാന്യം വലിയ ഹാളിൽ നിന്ന് നമുക്ക് 2 ഡോറ് കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നല്ല വിശാലമായ ബെഡ്റൂമാണ് കേട്ടോ. അതിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇരിക്കാനുള്ള ചെയറുകൾ, അതുപോലെ കമ്പ്യൂട്ടർ ടേബിളുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാൽക്കണി ഉണ്ട്. നല്ല വിശാലമായ ബാൽക്കണിയാണ്. 2 സ്ഥലത്തുനിന്ന് നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റും. അതായത് ഹാളിൽ നിന്നും കയറാൻ പറ്റും, റൂമിൽ നിന്നും കയറാൻ പറ്റും. ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച ഒന്നും പറയണ്ട, അടിപൊളിയാണ്. നല്ല നീളമുള്ള ബാൽക്കണി കേട്ടോ. നീണ്ട ബാൽക്കണി, 2 സ്ഥലത്തുനിന്നും കയറാൻ പറ്റുന്ന പോലെ. ഇരിക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു ഐഡിയ അല്ലേ? കാരണം ഇവിടെ കുളിക്കാനുള്ള സ്ഥലമുണ്ട്, ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഉള്ള സ്ഥലം, ഇവിടെ നമുക്ക് വാഷ് ചെയ്യാനുള്ള ഏരിയ. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നല്ല മിറർ. അങ്ങനെ ഡേ 2 ആയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാ കേട്ടോ. എല്ലാവരും രാവിലെ നേരത്തെ എണീറ്റു. ഇത് ഹോട്ടലിന്റെ റിസപ്ഷൻ ഏരിയയിലാണ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ തമർ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ഒരുപാട് പേർക്ക് ഒരേ സമയം ഫുഡ് കഴിക്കാൻ പറ്റുന്ന പോലെ അതിവിശാലമായൊരു ഡൈനിങ് ഏരിയ കേട്ടോ ഈ റെസ്റ്റോറൻറ്റിലുള്ളത്. നമ്മൾ സാധാരണ കഴിക്കുന്നതല്ലാതെ എന്തൊക്കെയോ കണ്ടതെല്ലാം കഴിച്ചു. പിള്ളേർ അവർക്ക് ഇഷ്ടമുള്ളതും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആയിട്ടുള്ള, പിന്നെ മധുരമായിട്ടുള്ള ഡെസേർട്ടും കാര്യങ്ങളും മാത്രം നമ്മളങ്ങനെ ട്രൈ ചെയ്തില്ല. ബാക്കി എല്ലാം കഴിച്ചു. കാരണം അതിനുള്ള സമയം അത്രയും വയറ് ഒഴിവില്ലായിരുന്നു. അതുകൊണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ. അതെല്ലാം കഴിച്ചു വയറൊക്കെ നിറഞ്ഞ് വന്നിരിക്കുക. ഇപ്പം നമ്മൾ റിസപ്ഷൻ ഏരിയ വന്ന് വെറുതെ ഇരിക്കുവാണ്. ഇവിടുത്തെ ഈ ഫാനും ലൈറ്റുകളൊക്കെ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ. ലൈറ്റ് നോക്കിക്കാൻ അച്ഛാ, എന്റെ കമ്മൽ നോക്ക്. കമ്മലിന്റെ അതേപോലെ ഉണ്ട് കേട്ടോ, ഇച്ചിരി വലിപ്പത്തിലുള്ളത്. ഇത് കണ്ടോ, എന്റെ കമ്മലിന്റെ കുറച്ച് വലിയ വേർഷനാണ് അവിടുത്തെ ലൈറ്റ്. ഇത് കണ്ടോ, ഇതന്നെ കാല് കൊണ്ട് ത്രികോണം പോലെ വെച്ചേക്കുന്നത്. ഇതൂട്ട് ചെക്കൗട്ട് ചെയ്യാനായി. ഏകദേശം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ പിന്നെ പപ്പച്ചിക്ക് ഓഫീസിൽ പോകേണ്ടതുകൊണ്ട് പപ്പച്ചി ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എനിക്ക് പോകണ്ടെന്ന് ഇവക്കുട്ടി പറയുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോയി ഇവിടെ. അപ്പോൾ ഈസക്കുട്ടി പറയുന്നത് വീട്ടിലെത്തിയാലേ അത് കളർ ചെയ്യാൻ പറ്റുള്ളൂ. കയ്യിലിരിക്കുന്ന കളറിങ്ങിൻ്റെ പേപ്പർ അവർക്ക് കിഡ്സ് പ്ലേ ഏരിയയിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ ലപ്പിത്തനോട് ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുവാണ്. ചെക്കൗട്ടിന് വേണ്ടി പോവുകയാണ്. അതുകൂട്ടെ നമ്മൾ റിസപ്ഷനിലേക്ക് പോവുക ചെക്കൗട്ടിന് വേണ്ടി. നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി ഈ വണ്ടിയിൽ കയറി ബഗിയിൽ ഇനി റിസപ്ഷൻ്റെ അവിടെ അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യുവേ. ഉച്ചയ്ക്ക് ഓഫീസിൽ പോകാൻ തിരക്കായതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങുവാണ്. ഇവിടെയാണ് നമ്മളെ ബഗിയിൽ കൊണ്ടുവന്ന് ഇറക്കുന്നത്. നമ്മുടെ കാറൊക്കെ ഇവരാണ് പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. അവർ തന്നെ തിരിച്ച് കൊണ്ടുവന്ന് ഈ റിസപ്ഷൻ്റെ ഏരിയയിൽ കൊണ്ടുതരും. ഇവിടെ നമ്മൾ കയറി പോയെന്ന് അച്ഛൻ ചെക്കൗട്ട് ചെയ്യാൻ പോയതായിരുന്നു, കഴിഞ്ഞ് വന്നു.
നമ്മൾ എല്ലാം കൂടി ഈ ഒരു ട്രോളി തന്നെ ആക്കിയത് കൊണ്ട് ഒറ്റ ട്രോളി മതി, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം. എല്ലാവരുടെയും ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൂടി ഇതിനകത്ത് തന്നെ കൊള്ളിച്ചു. അതെ, നമ്മൾ കാറ് വെയിറ്റ് ചെയ്തിരിക്കുവാണേ. ഇത് ഇങ്ങനെയുള്ള ഇതിനകത്താണ് നമ്മളുടെ ബാഗുകൾ ഇവർ അകത്തേക്ക് കൊണ്ടുവരുന്നത്, റൂമിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ അകത്ത് ഓരോരുത്തരുടെയും പേരെഴുതി ആ പെട്ടി അതത് റൂമിൽ കൊണ്ട് അവർ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ലഭ്യതയിൽ ചെക്കൗട്ട് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് ലേറ്റായി ഓഫീസിലെത്താനായിട്ട്, അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി. അതായത് ഇവിടെ അച്ഛയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടായിട്ട് ആ മിഡിലുള്ള ബിൽഡിംഗ് ആണ് അച്ഛയുടെ ഓഫീസ്. ഇനി നമ്മൾ ഇത് ബാക്കിലുള്ള മെട്രോ സ്റ്റേഷൻ ഇതാ അതിൽ കയറി നമ്മൾ വീട്ടിലേക്ക് പോകും. ബൈ.